പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ബോട്ട് ഫോളോവേഴ്സിനെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്താൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിന്റെ റീച്ചിനെ അത് ബാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ബാധിക്കും. കാരണം വെച്ചാൽ നമ്മളൊരു ബോട്ട് ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ഓൺ ചെയ്യുമ്പോൾ അത് നിങ്ങളൊരു വീഡിയോ അവർക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടായാലും നിങ്ങൾ അക്കൗണ്ടിന്റെ URL ലിങ്ക് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഈ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഫോളോവേഴ്സിന്റെ ഒരു കുത്തക വരുന്ന സമയത്ത് തന്നെ ഇതിന് അൽഗോരിതത്തിന് മനസ്സിലാവും ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും തോനെ വരുന്നത് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോന്റെ ലിങ്ക് കൊടുത്തതായിരിക്കുമ്പോൾ ആ വീഡിയോയിൽ വാച്ച് ടൈം എന്ന സംഭവമുണ്ട്. ഒരാൾ എത്ര സെക്കൻഡ്സ് കാണുന്നു, ഈ സംഭവം ആളുകൾ വീഡിയോയിലേക്ക് ഈ ഒരു ബോട്ട് സംവിധാനമാണ് ഈ സംഭവം. ആ സംവിധാനത്തിൽ ഇത് വാച്ച് അവർ കിട്ടുകയില്ലാതെ തന്നെ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ ആ അക്കൗണ്ടിലേക്ക് ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഒരുമിച്ച് ഒരു കൂട്ടം ഇതിലേക്ക് വരുന്നു. ഈ വരുന്ന അക്കൗണ്ടുകളെല്ലാം ഒരു വിധത്തിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മളെ ഇന്ത്യൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് അല്ല, റിയൽ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം അതിൽ ഒരു ആക്ടിവിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഫോളോവേഴ്സ് ഒരു കാരണവശാലും നമ്മുടെ അക്കൗണ്ട് റിയലുകളും കാര്യങ്ങളില്ല. ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ ഒരു നല്ല ഹ്യൂജ് രീതിയിൽ ഫോളോവേഴ്സും അതേ സംബന്ധിച്ച് നമ്മൾ ഇടുന്ന റീലുകൾക്ക് അത് സംബന്ധമായിട്ടുള്ള ഒരു ഗ്രോത്തും കാണാതിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് ലിസ്റ്റ് പെടും. ഒരു കാരണവശാലും പിന്നീട് ഇത് ഗ്രോത്ത് ചെയ്യാനും പറ്റുകയില്ല. ഇനിമേൽ റിയൽ ആക്ടിവിറ്റീസ്, റിയൽ ആക്റ്റീവ് ഫോളോവേഴ്സ് എന്ന രീതിയിൽ മണ്ടാതിരിക്കുക.